വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. മിത്രയുടെ സൗന്ദര്യത്തിലേക്കല്ല, അതിതീക്ഷ്ണം നിറഞ്ഞു നിൽക്കുന്ന അവിടെ ആ കണ്ണുകൾ. വിശയുടെ ഉള്ളിൽ കൊളുത്തിപ്പിടിച്ച പോലൊരു വലിച്ചിൽ. അവൻ ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ചുണ്ടിലെ ചിരിക്കൊപ്പം അവളുടെ കണ്ണുകൾക്ക് മുണ്ടൊരു തെളിച്ചം. തൂവെള്ള നിറത്തിലൊരു ചുരിദാറാണ് വേഷം. വന്നവരുടെ വർണ്ണന കേട്ടപ്പോൾ ഒരു മോഡേൺ ലുക്കായിരുന്നു വിശ്വ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നത്. അതിനോളമില്ലെങ്കിലും ഒഴുകിക്കിടക്കുന്ന ഒരു ഷാളും അഴിച്ചിട്ട മുടിയകളും നോക്കിക്കൊണ്ടിരിക്കെ എന്തൊക്കെയോ പ്രത്യേകതകൾ നിറഞ്ഞൊരു പെൺകുട്ടി. അവൻ ആ മുഖം നോക്കിയിരിക്കെ ഉള്ളിൽ എന്തൊക്കെയോ പിടപ്പായിരുന്നു. സ്നേഹം നടിച്ചു ചെല്ലുന്ന തന്റെ ചതിയേറ്റുവാങ്ങി CS ഗ്രൂപ്പിനോട് പറഞ്ഞിരുത്ത സമയത്തിനുള്ളിൽ താൻ ഇറങ്ങിപ്പോരുമ്പോൾ ഈ ലോകത്തിൽ പിന്നെ തന്നെ ഏറ്റവും വെറുക്കുന്നവൾ ഇവളായിരിക്കും. ഒരു ജന്മം മുഴുവനും അന്നിവൾ പൊഴിക്കുന്ന കണ്ണുനീരിനും താൻ ഉത്തരം പറയേണ്ടിയും വരും. അതോർക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ അവൻ കണ്ണടച്ച് പിടിച്ചു. നിനക്കറിയായിരുന്നോ? ടീന അതേന്ന് തലയാട്ടി കാണിക്കുന്ന കണ്ടതും മിത്രയുടെ കണ്ണുകൾ മിഴിഞ്ഞതുപോലെയായി. സോറിഡി, നിന്നോട് പറയുന്നതും കർശനായി പറഞ്ഞുകൊണ്ടാ ഞാൻ. അവന് തന്നെ നിന്നോട് പ്രസന്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കും തോന്നി അതാണ് ഭംഗിയെന്ന്. ടീന മിത്രയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മിത്രയ്ക്ക് ദേഷ്യമൊന്നും തോന്നിയില്ല. പക്ഷേ ഉള്ളിലൂടെ ഒരു വലിച്ചിൽ. അതൊരിക്കലും എബിയോടുള്ള ഇഷ്ടക്കേടല്ല, മറിച്ച് അവനങ്ങനെ കുറച്ചു കാലമായ ഒരു ഇഷ്ടം തന്നോട് മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു എന്നവൾക്ക് അപ്പോഴും അംഗീകരിക്കാനാവാത്ത പോലൊരു പ്രയാസം. അതിനേക്കാൾ അവനോടെന്നല്ല, ആരോടും ഇപ്പോൾ റിലേഷൻഷിപ്പ് തന്റെ മനസ്സിൽ പോലുമില്ല. എന്തെങ്കിലും ഒരു പാർട്ട്ണർ എന്ന് ഓർക്കുമ്പോൾ എബിയുടെ മുഖമൊരിക്കലും അവിടെ സങ്കല്പിക്കാനും കഴിയുന്നുമില്ല. നിനക്കവനോട്? ടീനക്ക് അവളുടെ മുഖഭാവം കണ്ടതും അതാണ് ആശങ്ക. എടി, എനിക്കവനോട് ഒന്നും തോന്നില്ല, അതിനെ പ്രശ്നം. മിത്ര ചിരിയോടെ ടീനയെ നോക്കി. അതെന്താടി, ഇനി ഞങ്ങളറിയാത്ത പോലെ വിദേശിയുണ്ട് ഈ മനസ്സിൽ? ടീന മിത്രയെന്ന് ചൊഴിഞ്ഞു നോക്കി. പോടി, ആരറിഞ്ഞില്ലേ, നീ അറിയും. പിന്നെന്താ മിത്ര, എബി മിടിക്കനല്ലേടി. നിന്നെപ്പോലെ തന്നെ ഒരു പഠിപ്പി, മാസം 1 lakh സാലറി വാങ്ങുന്ന ഒരു ജോലി, മാന്യമായ പെരുമാറ്റം, ജെന്റിൽമാൻ, കാണാനും മോശമല്ല, നല്ല അടിപൊളി ലുക്ക്. ടീന എബിയുടെ ഗുണങ്ങൾ എണ്ണി പറയുന്ന കേട്ടതും മിത്രയ്ക്ക് ചിരിയാണ് വന്ന്. ഓഹോ, ആണോ? ഇങ്ങനെയൊക്കെയാണ് എബി, എനിക്കറിയില്ലായിരുന്നു കേട്ടോ. മിത്ര ടീനയെ കളിയാക്കില്ലേടി, ആ ചെക്കൻ നല്ല പ്രതീക്ഷയിലാണ്. ടീന വീണ്ടും മിത്രയുടെ കയ്യിൽ പിടിച്ചു. നീ എന്തിനു ഇത്രയും ടെൻഷൻ അടിക്കുന്നു? ലൈഫിന്റെ കാര്യമില്ലേ ടീന, അത്ര പെട്ടെന്ന് തീരുമാനം എടുത്തിട്ട് പിന്നെ അത് പാളിപ്പോയാ? എബിയുടെ കാര്യത്തിൽ നിനക്കൊരു പാളിച്ച വരില്ലെന്ന് തന്നെയാ എനിക്ക് പറയാൻ. സത്യം പറഞ്ഞ ടീനെ, നിനക്കവൻ കാശ് വല്ലതും തന്നിട്ടുണ്ടോ ഇങ്ങനെ പൊക്കിയടിക്കാൻ? മിത്ര ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ടീന അവളെ നോക്കി കണ്ണുരുട്ടി. ഞാൻ യെസ് പറയുന്നില്ല, നോ ഒന്നും പറഞ്ഞിട്ടില്ല. തൽക്കാലം എബിയുടെ കേസ് ഞാൻ അവധിക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോഴെൻ്റെ മനസ്സിൽ ഒരു കല്യാണ റിലേഷൻ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ല ഞാൻ. എനിക്ക് മുന്നിൽ ഞാനിപ്പോൾ ജോയിൻ ചെയ്ത ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, പരമാവധി കോളേജ് ലൈഫ് എൻജോയ് ചെയ്യണം, അത് മാത്രമാണ്. അത് കഴിഞ്ഞ് പപ്പയുടെ ആഗ്രഹം പോലെ ആ ബിസിനസ്സിലൊന്ന് കാലുറപ്പിച്ച് നിൽക്കണം. എന്നിട്ടേ ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കൂ. അപ്പോഴും എബിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൻ്റെ കാര്യത്തിൽ എനിക്കൊരു പരിഗണന തോന്നിയ അന്ന് ഞാൻ എൻ്റെ കേസ് വിചാരണ ചെയ്യും, വിധി പറയും. മിത്ര പറഞ്ഞെടുത്തുമ്പോൾ ടീന അവളെ ഒന്ന് കലിപ്പിച്ച് നോക്കി. അപ്പോഴേക്കും ആ ചെക്കൻ്റെ മുഖിൽ പല്ല് വരും. അതുകൊണ്ടാ അവനോട് ഞാൻ എസ് പറയാത്തത്. മിത്ര കണ്ണു ചിമ്മി ചിരിച്ചു. അവനോട് നീ ഇതെന്തായാലും പറയണം മിത്ര, അലി പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ചെന്നിട്ട് നീ പറയുന്നത് അവന് കൺവീൻസ് ആവില്ല. ടീന പറഞ്ഞു. മിത്ര തലയാട്ടി സമ്മതിച്ചു. അത് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. ഞാൻ കാരണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി കാത്തിരുന്ന കാരണം സ്വന്തം ലൈഫ് പോയെന്ന് അവനൊരിക്കലും തോന്നാൻ പാടില്ല. എനിക്ക് എൻ്റെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും വേണ്ട നോക്കാനും കഴിയില്ല. മിത്ര പറയുമ്പോൾ ടീന അത് അംഗീകരിച്ചു. കാരണം അവൾക്കറിയാം മിത്രയുടെ വാക്കിലെ ഉറപ്പിനെ. മല്ലിയുടെ നെറുകയിൽ തലോടുമ്പോൾ വിശയുടെ കൈവിറച്ചു. ഉള്ളിൽ കനൽ പോലൊരു മുഖം ചൊലിച്ചു. ചാട്ടുളി പോലൊരു നോട്ടമോർത്തുകൊണ്ട് അവന്റെ ഹൃദയം പോലും വിറച്ചു തുള്ളി. വേദനയ്ക്ക് പോയോ? വിശ്വ ചിരിയോടെ ചോദിക്കുമ്പോൾ മല്ലി അതേന്ന് തലയാട്ടി. ശ്വാസമെടുക്കാനുള്ള പരവേശം ഇപ്പോൾ അവളുടെ മുഖത്തില്ല. അതപ്പാടെ വിശ്വ സ്വന്തം നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങി കഴിഞ്ഞല്ലോ. ഡോക്ടർ എന്ത് പറഞ്ഞു? ചുമരിൽ ചാരി തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന മുരുകനെ വെറുതെ ഒന്ന് നോക്കിയിട്ട് വിശ്വ ശെൽവണ്ണന്റെ നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എല്ലാം ശരിയായി എന്ന് പറഞ്ഞു. ആ അച്ഛന്റെ കണ്ണുകളിൽ തന്നോടുള്ള നന്ദി തിളങ്ങുന്നതാണ്. വിശ്വയുടെ നെഞ്ചിലെ പിടച്ചിൽ അല്പം ആശ്വാസം തോന്നി. ഇനി എന്തിനാ കരയുന്നത്? നോക്കി, അവൾക്ക് ഇവർ കുഴപ്പമില്ല ശാന്തി ചേച്ചി. വിശ്വ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ശാന്തിയെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. എന്നത്തേക്ക് ഡിസ്ചാർജ് തന്നെ? 1 ആഴ്ച കഴിയും എന്തായാലും. ഭക്ഷണമൊക്കെ ഇല്ലേ രാത്രിയിലേക്ക്? വിശ്വയെ നോക്കി ശെൽവണ്ണൻ ഉണ്ടെന്ന് തലയാട്ടി. എന്നാ പോട്ടെ, വെളുപ്പിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. വിശ്വ എഴുന്നേറ്റു. എനിക്കൊരു ജോലി സെറ്റാക്കി തന്നിട്ടുണ്ട് സാമൂലൊക്കിയില്, കോഴിക്കോടാ. അങ്ങോട്ട് പോകേണ്ടി വരും, അവിടെ ഏതോ കമ്പനിയിലാ. അത് പറയുമ്പോൾ വീണ്ടും വിശ്വയുടെ നോട്ടം മുരുകനിലെത്തി നിന്നു. അവൻ മുഖം താഴ്ത്തി. നാളെയോ മറ്റന്നാളോ എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. പോകുമ്പോൾ ഞാൻ മുരുകൻ കൂടെ ഒപ്പം കൊണ്ടുപോകാൻ കരുതുന്നുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ? വിശ്വ ശെൽവണ്ണനെയും ശാന്തിയെ മാറി മാറി നോക്കി. അവരോട് ചോദിക്കാതെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിൽ അവർക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ എന്നായിരുന്നു അവന്റെ നോട്ടം. സാധാരണ എവിടേക്ക് പോകുമ്പോഴും മുരുകൻ കൂടെ ഉണ്ടാവാറുണ്ട്. 1-2 ദിവസം കൊണ്ട് താനും അവനും തിരിച്ചു വരാറുമുണ്ട്. ഇത് പക്ഷെ അങ്ങനെയല്ല. പോയിട്ട് എന്നത്തേക്ക് തിരിച്ചു വരാനാവും എന്ന് പോലും അറിയില്ല.
നീ ചെയ്തെന്ന ഉപകാരത്തിന് എന്ത് തന്നാലാ മോനെ പകരാവുന്ന. പറയുന്നതിനൊപ്പം ചെൽവണ്ണൻ കൈകൂപ്പി. അയാൾക്കൊപ്പം ശാന്തിയും. വിഷയൊന്നും വല്ലാതായി. എന്നാ പോയി. പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ അവൻ മുറിയുടെ പുറത്തേക്ക് ചെല്ലുമ്പോൾ പിറകെ മുരുകനും ചെന്നു. മല്ലിക്ക് മാത്രമായി ഒരു റൂം എടുത്തിട്ടുണ്ട്. നിന്റെ അമ്മ വന്നിരുന്നു വിശ്വ. ഒന്നും മിണ്ടാതെ അവനൊപ്പം നടക്കുമ്പോൾ മുരുകൻ പറഞ്ഞു. വിശ്വ ഒന്ന് മൂളുക മാത്രം ചെയ്തു. മിക്കവാറും ടീച്ചർ വക്കീലിനെ വിളിച്ചേക്കും. സംസാരം കേട്ട് എനിക്ക് ഭയമായിരുന്നു വിശ്വ. എന്തൊക്കെയോ കൊള്ളിച്ച് പറയുന്ന പോലെ. വാക്കുകൾക്ക് പലപ്പോഴും കത്തി പോലെ മൂർച്ചയുണ്ടായിരുന്നടാ. മുരുകൻ വിഷയം നോക്കി. അവന് ഭാവഭേദമൊന്നുമില്ല. നീ എന്താ വിഷയം ഒന്നും മിണ്ടാത്തെ? എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? എന്റെ കുടുംബം കാരണം നിന്റെ സമാധാനം പോയെന്ന് തോന്നുന്നുണ്ടോടാ? മുന്നോട്ട് കിടക്കുന്ന വിശ്വയുടെ കയ്യിൽ പിടിച്ചിരുത്തിക്കൊണ്ടായി ചോദിക്കുമ്പോൾ മുരുകന്റെ മുഖം വിളറിപ്പോയിരുന്നു. വിഷയൊന്നും മിണ്ടാതെ അവനെ ഒന്ന് തുറിച്ചു നോക്കി നിന്നു. സോറിടാ, ഞാൻ എന്റെ സങ്കടം കൊണ്ട്. ആ നോടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ മുരുകൻ മുഖം കുനിച്ചു. പറഞ്ഞു ഇനി മേലാൽ ഇതുപോലെ വല്ലതും നിന്റെ വായിന്ന് വീണ അറിയാലോ നിനക്കെന്നെ. ഒറ്റ ദിവസം കൊണ്ടൊരു മാറ്റം എനിക്ക് വന്നിട്ടില്ല. ഇതുപോലെ ഓരോന്ന് പറയുമ്പോ നീ അതോർത്താ നല്ലത്. കടുപ്പത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് വിശ്വ മുരുകന്റെ പിടിയുടെ വീശുകൊണ്ട് പുറത്തേക്ക് നടന്നു. സ്വന്തം തറയിലും തട്ടി മുരുകൻ അവന് പുറകെ ഓടിച്ചെന്നു. കള്ളത്തരം മുഴുവൻ നമ്മുടെ ഉള്ളിലാ മുരുക. അതുകൊണ്ടാ എതിരെ നിൽക്കുന്ന ആളുകളെ മൊത്തം നമുക്ക് അതിനെ സംശയത്തോടെ നോക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഒരു കള്ളത്തരം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ചതി ചെയ്യുന്നൊരു ചിന്തയുണ്ടല്ലോ ഉള്ളു നിറയെ. അതാദ്യം എടുത്ത് ദൂരെ കളയുക. എന്നിട്ടൊരു ജോലി ചെയ്യുന്നു, അതിനുള്ള കാശ് വാങ്ങുന്നത് മാത്രം ചിന്തിക്കുക. അപ്പം ശരിയാവും. അമ്മയോട് ഞാൻ അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. ഈ ജോലി എന്താണെന്നുള്ള എനിക്കും നിനക്കും വക്കീലിനും പിന്നെ ഇത് ഏൽപ്പിച്ചെന്നവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. നമ്മളായിട്ട് ഇനി വേറെ ആരെയും അറിയിക്കാതിരിക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്തം കൂടിയുണ്ട് ഇനി മുമ്പിൽ. വക്കീൽ പറഞ്ഞതിനേക്കാൾ ഒരുപാട് പിടിപാട് കൂടുതലുള്ളവരാ എന്നെ ഇത് ഏൽപ്പിച്ചവര്. അതെനിക്കൊന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇനിയുള്ള ഓരോന്നും വളരെ ശ്രദ്ധിക്കണം. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? പതിയാണ് വിശ്വ ഓരോന്നും പറഞ്ഞിട്ട് മുരുകൻ മനസ്സിലാക്കി കൊടുക്കുന്നത്. പക്ഷേ പറയുന്നതിന്റെ കടുപ്പം മുരുകൻ അതിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുത്തു. സോറി വിശ്വ, ഞാൻ ടെൻഷൻ കൊണ്ട്. മുരുകൻ ക്ഷമാപണത്തോടെ വിശ്വയെ നോക്കി. സാറില്ലടാ, എനിക്കറിയാം. നടന്നുകൊണ്ട് അവർ വിശ്വ ബൈക്ക് എടുത്തിടത്തേക്ക് എത്തിയിരുന്നു. നാളെയോ മറ്റന്നാളോ പോകണമെന്നതിനോട് അവർ പറഞ്ഞ്. അവിടെ പോയിട്ട് വേണം എന്താ എങ്ങനെയെന്നൊക്കെ തീരുമാനം എടുക്കാൻ. നീ കൂടി എനിക്കൊപ്പം വേണം. ചെൽവണ്ണനോടും ശാന്തി ചേച്ചിയോടും പോകുന്നവരെ ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് അവർ നിന്നോട് ചോദിക്കും. കൂടുതലൊന്നും അറിയില്ല. വക്കീൽ ഏർപ്പാട് ചെയ്തെന്നു. കോഴിക്കോടാ, അവിടെ നിൽക്കേണ്ടി വരും. ഇതിൽ കൂടുതൽ നിനക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞേക്കണം. വിശ്വ പറയുമ്പോൾ മുരുകൻ തലയാട്ടി സമ്മതിച്ചു. എങ്കിൽ ഞാനിന് പോട്ടെ. കൂടുതലെന്തെങ്കിലും അവർ അറിയിച്ചാ നിന്നെ ഞാൻ വിളിക്കാം. ആ ഒരു ബൈക്കിലേക്ക് കയറിയിരുന്നു. അപ്പോഴും മുരുകൻ തലയാട്ടി. എന്താണ് നിന്റെ നാക്കിറങ്ങിയോ? ഒരുമാതിരി ഊമകളെ പോലെ. അവന്റെ ആ ഭാവം കണ്ടിട്ട് വിശ്വക്ക് ദേഷ്യം വന്നു. ഞാൻ നിന്നോട് ചെയ്യുന്ന ഔദാര്യം എന്നല്ലടാ ഇത്. അങ്ങനെ കരുതിയേ വേണ്ട. അവൾ എൻ്റെ കൂടി പെങ്ങളാ. എനിക്കോ എൻ്റെ അമ്മയ്ക്കുമാണ് ഇതുപോലൊരു അവസ്ഥ വന്നെങ്കിൽ നീ ഇതന്നെയല്ലേ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. മുരുകൻ അതോടെ അല്പം ആശ്വാസം തോന്നി. അവനെ ആ നിൽപ്പ് കണ്ടിട്ടുള്ള കലിയിൽ യാത്ര പോലും പറയാതെ വിശ്വ അവിടുന്ന് ബൈക്ക് ഓടിച്ചു പോയി. വക്കീലിനെ പോയി നേരിട്ട് കാണുമെന്നുണ്ടായിരുന്നു വിശ്വക്ക്. ഹോസ്പിറ്റലിൽ എത്താൻ തന്നെ ഒരുപാട് നേരം വൈകി. പിന്നെ കുറച്ചേരം അവിടെയും പോയി. ബൈക്കിൽ നിന്നുകൊണ്ട് തന്നെ അവൻ വക്കീലിനെ ഫോണിൽ വിളിച്ചു. വിശ്വ, എപ്പോഴത്തെയും പോലെ നീട്ടിയൊരു വിളിയാണ് ആദ്യം. അവനൊന്ന് മൂളി. നിന്റെ അമ്മ വിളിച്ചിരുന്നു എനിക്ക്. മുരുകൻ പറഞ്ഞ നിമിഷം തന്നെ വിശ്വ അത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. വക്കീലെന്ന് പറഞ്ഞു. നിനക്ക് കിട്ടിയ ജോലിയെക്കുറിച്ച് അറിയാൻ വിളിച്ചാ ടീച്ചർ. അങ്ങനെ പറയാൻ കൊള്ളാവുന്ന ഒന്നല്ലല്ലോ വിശ്വ. അതുവരെയും വിശ്വയിൽ നിന്ന് മാറി നിന്നിരുന്ന അസ്വസ്ഥത മൊത്തം ആ ഒരൊറ്റ വാക്കിൽ തൂങ്ങി പിടിച്ചുകൊണ്ട് അവൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറി. കാര്യങ്ങൾ നിനക്ക് അനുകൂലമാക്കി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോടുള്ള എൻ്റെ ഒരു പരിചയക്കാരൻ്റെ ഓഫീസിൽ നിനക്ക് ജോലി. അവിടെ തന്നെ നിൽക്കേണ്ടി വരുന്നൊക്കെ. വേറെന്തെങ്കിലും ചോദിച്ചോ? കാശിൻ്റെ കാര്യമല്ലോ. വിശ്വ ബൈക്കിൻ്റെ സ്പീഡ് കുറച്ചു. നിന്റെ അമ്മയെ നിനക്ക് അറിയില്ലേ വിശ്വ. എല്ലാം വള്ളി പുള്ളി ഇവിടെ ചോദിച്ചറിഞ്ഞു. വക്കീൽ ചിരിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. ഇന്നിനി എനിക്ക് വീട്ടിലോട്ട് കയറാൻ നോക്കണ്ട. പോടാ, ഈ സാമൂൽ ആരാന്ന് നിന്റെ വിചാരം? നീ പറയുന്നതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് അതെല്ലാം സോൾവ് ചെയ്തിട്ട് നിന്റെ അമ്മയെ സമാധാനിപ്പിച്ച് വിട്ടിട്ടുണ്ട് ഞാൻ. എന്നാ വക്കീലിന് കൊള്ളാം. ഈ ജോലി വക്കീൽ മുഖേന കിട്ടിയെന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളു. അപ്പൊ ഇതിന്റെ പുറകിൽ വരുന്ന എന്തും വക്കീലിന് കൂടി അവകാശപ്പെട്ടതാ. ഡാ, നീ എന്നെ കൊലക്ക് കൊടുക്കോടാ. ഏയ്, ഞാനങ്ങനെ ചെയ്യോ? വിശ്വയും ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നോ വന്നവര്? വക്കീലിന് ചോദിക്കുമ്പോൾ വിശ്വ വീണ്ടും നിശബ്ദമായി. നിമിഷങ്ങൾ കൊണ്ട് മനസ്സ് മൂകമായി. വിശ്വ, കേൾക്കുന്നുണ്ട്. വന്നവര് അവരൊക്കെ കൊള്ളാം. കുറച്ച് ജാട പാർട്ടീസാണെന്ന് മനസ്സിലായി. ബാക്കി ഇനി എന്തൊക്കെ കയ്യിലുണ്ടെന്ന് ഇനി അറിയാൻ പോകുന്നേ ഉള്ളൂ. എന്തായാലും അത്ര ഡീസന്റ് ആവാനൊന്നും വഴിയില്ല. അങ്ങനെയുള്ളവർ എന്തിന്റെ പേരിലാണെങ്കിൽ കൂടിയും ഒരാളെ ചതിക്കാൻ പറഞ്ഞു വന്നപ്പോഴാണ് വിശ്വ വീണ്ടും തന്റെ അവസ്ഥയോർത്ത്. അതോടെ അവനത് ബാക്കി പറയാനായില്ല. വിശ്വ പറഞ്ഞിരുത്തുമ്പോൾ വക്കീലൊരു നിമിഷം മൗനമായി. ഡാ, പറഞ്ഞു തന്നെ എനിക്ക് ഇനിയും നിന്നോട് പറയാനുള്ളൂ. സൂക്ഷിക്കണം നീ ഒരുപാട്. കാരണം നിന്നെ ഈ ജോലി ഏൽപ്പിച്ചവർ മാത്രമല്ല, നിനക്കെതിരെ നിൽക്കുന്നവർ മോശക്കാരല്ല.
CS ഗ്രൂപ്പിനോളം, അല്ലെങ്കിൽ അവരെക്കാൾ ഒരുപാട് മുകളിൽ തന്നെയാണ് DN ഗ്രൂപ്പ്. അതിന്റെ ഓണർ ഡെന്നീസ് മാത്യുവിന്റെ ഒറ്റ മകളെയാ. വക്കീൽ പറഞ്ഞിരുത്തുമ്പോൾ വിശയുടെ ഉള്ളിൽ ആ കണ്ണു തെളിഞ്ഞു. തീക്ഷ്ണത നിറഞ്ഞ കുത്തി വലിക്കുന്ന നോട്ട് നിറഞ്ഞു. അതോടെ കയ്യിൽ നിന്ന് വണ്ടിയൊന്ന് പാളി. ബ്രേക്ക് ഇട്ടുകൊണ്ട് വണ്ടി നിർത്തി വിശ ഒന്ന് ശ്വാസമെടുത്തു. ഞാൻ വിളിക്കാൻ നോക്കില്ലേ, നാളെ മറ്റന്നാൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്. പോകുമ്പോൾ ഞാൻ അതിൽ വരാം, വെക്കുവാണേ. അയാളുടെ മറുപടി പോലും കാത്തു നിൽക്കാതെ വിശ കോൾ കെട്ടിയതുകൊണ്ട് അതേ ഇരിപ്പ് തുറന്നു. കോളനിയിലേക്ക് കയറുന്ന വഴിയിലാണ് അവൻ. വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല. വക്കീലിനെ വിളിച്ചെങ്കിലും അമ്മയ്ക്ക് ഇനിയും സംശയങ്ങൾ നിരവധി ഉണ്ടാവും. അതിനെല്ലാം നുണ പറയുന്ന ഓർത്തുകൊണ്ടവൻ വീണ്ടും കുറെ നേരം കൂടി അവിടെ ഇരുന്നു. ക്ഷീണം കൊണ്ട് കണ്ണുകൾ അടഞ്ഞു പോകുന്ന എന്നൊരു പരുവത്തിലായപ്പോൾ വിശ വീണ്ടും ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോഡെല്ലാം ഏറെക്കുറെ വിജനമാണ്. വീടുകളിലും വെളിച്ചമണഞ്ഞ് കിടപ്പുണ്ട്. വീടിന് മുമ്പിൽ ബൈക്ക് നിർത്തി വിശ്വാസമായി അകത്തേക്ക് കയറി. അപ്പോഴേക്കും മുൻവശത്തെ ലൈറ്റ് തെളിയുകയും കുസുമം വാതിൽ തുറക്കുകയും ചെയ്തു. രാവിലെ പോയ വേഷത്തിലും കോലത്തിലും അല്ലാത്ത കൊണ്ട് തന്നെ വിശക്ക് നേരെ അവരൊന്ന് സൂക്ഷിച്ചു നോക്കുന്ന കണ്ടിട്ടും അവനത് കണ്ടില്ലെന്ന് അടിച്ചു. ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചുകൊണ്ട് തന്നെ വിശു അകത്തേക്ക് കയറി. മല്ലിയെ മുറിയിലേക്ക് മാറ്റിയോടാ? വാതിലടക്കുന്നതിനിടെ കുസുമം പിന്നിൽ നിന്നും ചോദിച്ചു. വിശു മൂളി. ആൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. അതും പറഞ്ഞിട്ട് അവൻ സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയി തന്നെ കൂടുതൽ ചോദ്യം പുറകെ വരാതിരിക്കാൻ വേണ്ടിയാണ്. ഷർട്ട് അഴിച്ചിട്ട് മേശയിലേക്ക് ഇട്ടുകൊണ്ട് വിശു കിടക്കിലേക്ക് അമിഴ്ന്നു. നിനക്കൊന്നും കഴിക്കാൻ വേണ്ടടാ? കുസുമം വീണ്ടും പുറകെ വന്നിട്ട് ചോദിക്കുമ്പോൾ അവൻ വേണ്ടെന്ന് പറഞ്ഞു. അതോടെ അവൻ വരുമ്പോൾ ചോദിക്കാൻ കാത്തുവെച്ചിരുന്ന ചോദ്യങ്ങളെയും വാരി പിടിച്ചുകൊണ്ട് അവർ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് സ്വന്തം മുറിയിലേക്ക് പോയി. എഴുന്നേൽക്കണമെന്നും കുളിച്ചിട്ട് കിടക്കണമെന്നും ഒക്കെ ഉള്ളിൽ ഉണ്ടായിട്ടും അവനപ്പോൾ അതിനൊന്നും തോന്നാതെ അതേ കിടപ്പിൽ തന്നെ ഉറക്കം പിടിച്ചു. മുരുകൻ വിശയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. നുള്ളി പറിക്കാതാ. വിശു അവന് നേരെ കണ്ണുരുട്ടി. മുരുകന്റെ നോട്ടം മുന്നിലെ കാറിന് നേരെയാണ്. 10-15 ലക്ഷം രൂപ വരെയുള്ള പുത്തൻ പുതിയ കാർ. അതിന്റെ ഫോർമാലിറ്റീസ് എല്ലാം പൂർത്തിയാക്കുന്ന തിരക്കിലാണ് അഖിലും അലോഷിയും. ആര് വിളിച്ചിട്ട് അങ്ങോട്ട് വന്നാണ് വിശ്വയും മുരുകനും. ഷോപ്പിന്റെ പേര് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് അഖില് വിളിക്കുമ്പോൾ അവൻ ഇന്നലെ പറഞ്ഞ ബൈക്ക് വാങ്ങിക്കാനെന്നാണ് വിശ്വ കരുതിയത്. കാര്യം ചോദിച്ച മുരുകനോട് അവൻ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ അഖിൽ വിരൽ ചൂണ്ടിയത് കാറിന്റെ നേരെയാണ്. ബൈക്ക് മതിയായിരുന്നു എന്ന് പറഞ്ഞ വിശ്വയോട്, ഇത് നിനക്ക് വേണ്ടിയല്ല, മിത്രാണ് എന്നീസിനെ കുരുക്കാനുള്ള കെണിയാ എന്ന് മാത്രം പറഞ്ഞു നിർത്തി. അതോടെ വിശ്വ പിന്നെയൊന്നും പറഞ്ഞുമില്ല. ഡ്രൈവിംഗ് അറിയാലോ അല്ലേ? അത് ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വരുന്ന അലോഷിക്ക് സ്ഥായിയായ പുച്ഛം തന്നെയാണ് ഭാവം. അവരെ അങ്ങനെ ഒരു ഫീലോടെ മാത്രം കണ്ടു പഠിച്ചുകൊണ്ട് വിശ്വക്ക് അതൊരു കുഴപ്പമായി തോന്നിയതുമില്ല. അറിയാം. കാർ ഓടിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഓ, സ്വന്തമായിട്ട് ബെൻസ് ഉള്ള പോലെയാണല്ലോ. അലോഷി ചുണ്ടുകൊട്ടിക്കൊണ്ട് അവനെ നോക്കി. ഡ്രൈവിംഗ് അറിയാവുന്ന എല്ലാവർക്കും സ്വന്തമായിട്ട് ബെൻസ് വേണമെന്ന നിയമം ഞാൻ എവിടെയും കേട്ടിട്ടില്ല. എനിക്ക് ഡ്രൈവിംഗ് അറിയാം, ബെൻസ് ഇല്ല. വിശ്വക്ക് വലിയ കൂസലൊന്നുമില്ല. അലോഷിയോളം ഗൗരവത്തിൽ തന്നെയാണ് വിശ്വയുടെ മറുപടികളും. ഇതൊന്നും തന്നെ സ്വന്തമായിട്ട് തരികയല്ല, മിത്രാണ് എന്നീസിനെ വലയിൽ ചാടിക്കാൻ നിനക്ക് ഞങ്ങൾ തരുന്ന ആയുധങ്ങളാണ്. അങ്ങനെ മാത്രം കരുതിയാൽ മതി. തിരിച്ചിറങ്ങി പോകുമ്പോൾ ഇതിനൊന്നും അവകാശം പറയാതിരിക്കാൻ വേണ്ടിയാ ഇതിപ്പോ പറയുന്നത്. വിശ്വക്ക് മനസ്സിലായല്ലോ അല്ലേ? പരിഹാസമാണ്. അവനത് മനസ്സിലായതുമാണ്. എന്നിട്ടും ഉള്ളിൽ ജ്വലിക്കുന്ന ദേഷ്യം ഒതുക്കി പിടിച്ചുകൊണ്ട് വിശ്വ തലയാട്ടി കാണിച്ചു. പ്രതീക്ഷിക്കുന്ന ഭാവങ്ങളോ ചമ്മലോ ഒന്നും അവനിൽ ഇല്ലെന്ന് കണ്ടതും അലോഷി വേണ്ടി തിരിഞ്ഞടന്നു. ഇവരെന്താണ് വിശ്വ ഇങ്ങനെ? മുരുകൻ മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. കയ്യിൽ കുറച്ച് കാശുകളതിന് തിളപ്പാ, നീ കാര്യാക്കണ്ട. വിശ്വയുടെ നോട്ടം വീണ്ടും കാറിന്റെ നേരെ നീണ്ടു. മുരുകൻ അപ്പോഴും അലോഷിയെയും അഖിലിനെയും നോക്കി നിൽപ്പാണ്. അവരുടെ ആ സംസാരവും ഭാവമൊന്നും അവനൊട്ടും പിടിച്ചിട്ടില്ല. അതിനേക്കാൾ സങ്കടം തോന്നിയത് തന്നേക്കാൾ ഉള്ളിൽ ദേഷ്യമുണ്ടായിട്ടും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശിന്റെ നന്ദി കാണിക്കാൻ അത് അടക്കി നിൽക്കുന്ന ചങ്ങാതിയെക്കുറിച്ച് ഓർത്തുകൊണ്ടായിരുന്നു. കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ടാണ് അഖിലും അലോഷിയും പിന്നെ തിരികെ അവിടെ അരികിലേക്ക് വന്നത്. സൂക്ഷിച്ച് ഉപയോഗിക്കണം. കാറിന്റെ കീ വിശ്വയുടെ നേരെ നീട്ടിക്കൊണ്ട് അഖിൽ പറഞ്ഞു. വിശ്വയും മുരുകനും പരസ്പരം ഒന്ന് നോക്കി. വായിക്ക്. ആജ്ഞാസ്വരം. വിശ്വ കീ വാങ്ങുമ്പോൾ അവന്റെ കൈ വിറച്ചു. അത് കണ്ടിട്ട് അലോഷി വീണ്ടും പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി. നിന്റെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തേക്ക്, കുറച്ച് കാശിട്ടിട്ടുണ്ട്. ഇനി വേണ്ട നല്ല കുറച്ച് ഡ്രസ്സ്, ഷൂസ്, ബ്രാൻഡഡ് വാച്ച്, അങ്ങനെയുള്ളതാ. ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. എല്ലാം ബ്രാൻഡുകളായിരിക്കണം. കാശ് എത്ര വേണമെങ്കിലും ചോദിച്ചാൽ മതി, അത് ഇട്ടു തരും. പക്ഷേ മിത്രയുടെ മുമ്പിൽ പോയി നിൽക്കാനുള്ള പവറോടെ വേണം നിനക്കുള്ളതെല്ലാം. അത് മറക്കാൻ പാടില്ല, മനസ്സിലായോ? അഖിൽ ചോദിക്കുമ്പോൾ വിശ്വ തലയാട്ടി. ഇവനും വരുന്നുണ്ടോ നിന്റെ കൂടെ? മുരുകനെ ചൂണ്ടിയാണ് ചോദിക്കുന്നത്. എങ്കിൽ ഇയാൾ ഈ കൂതർ ലുക്കൊന്ന് മാറ്റിയേക്കണം. ഇതൊരുമാതിരി ചന്ത ലുക്ക്. ഇതുകൊണ്ട് അങ്ങോട്ട് ചെന്നിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാനില്ല. ഞങ്ങളുടെ കുറച്ച് കാശ് പോയി കിട്ടുമെന്ന് മാത്രം. ആലോഷി മുഖം ചുളിച്ചുകൊണ്ട് പറയുമ്പോൾ വിശ്വ പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് ദേഷ്യമടക്കി. നിങ്ങളെ ഏൽപ്പിച്ച ജോലി അത് ഭംഗിയായി ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം, അതായത് എനിക്കത് ചെയ്യാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പാവുമ്പോൾ മാത്രം മതി ഇതുപോലുള്ള ചൊറിഞ്ഞ വർത്തമാനം. ഞാൻ ഇവന് നിങ്ങളുടെ അടിമകളല്ല, അത് മറക്കരുത്.
വിശ വെട്ടി തുറന്നു പറയുമ്പോൾ അതൊട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ അലോഷി വിളറി വെളുത്തുപോയി. നിങ്ങളുടെ ഔദാര്യമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്യാനുള്ള ആയുധങ്ങളും വഴികളും മാത്രമാ എനിക്കത് മനസ്സിലാവും. തിരികെ മടങ്ങുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി ഞാനിത് തിരികെ തന്നിരിക്കും. ആ കാര്യത്തിലെ സാറുമാർക്ക് യാതൊരു പേടിയും വേണ്ട. നിങ്ങളുടെ അത്രയില്ലെങ്കിലും ഞങ്ങളും കാശ് കണ്ടിട്ടുണ്ട്, പെരുമാറിയിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ അഹങ്കരിച്ചില്ലെന്നൊരു വ്യത്യാസമുണ്ട് നമ്മൾ തമ്മിൽ. പിന്നെ ഇപ്പൊ കുറച്ച് അത്യാവശ്യം വന്നപ്പോ നിങ്ങളിലേക്ക് ഞാൻ എന്റെ തല വെച്ച് തന്നു എന്നും കരുതി എന്തും പറയാനുള്ള ലൈസൻസ് ആണെന്നൊന്നും കരുതിയേക്കല്ലേ, നടക്കില്ല. മുണ്ട് മടക്കി കുത്തി ഷർട്ടിന്റെ കൈകൾ തെരുത്ത് കയറ്റിക്കൊണ്ട് വിശ്വ പറയുമ്പോൾ മുരുകൻ ഉറക്കെ കൈയടിക്കാനും വിസിലടിക്കാനും തോന്നി. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഇതാണ് ഞാൻ. ഇങ്ങനെ തന്നെയാവും ഇനി അങ്ങോട്ടും ഞാൻ. ഇതിപ്പോ ഞാൻ പറഞ്ഞത് പിന്നെ നിങ്ങൾ എന്റെ സ്വഭാവദൂഷ്യം പറഞ്ഞിട്ട് പരാതിപ്പെടാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാ. ഈ എന്നെ കുറിച്ച് നിങ്ങളുടെ ബോസിനെ അറിയിക്കുക. എന്നെ ഇങ്ങനെ ഈ സ്വഭാവത്തിൽ മാത്രം അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ മാത്രം വിളിക്കുക. അപ്പൊ ഞാൻ വന്നോളാം. തന്റെ കയ്യിൽ ഏൽപ്പിച്ച കീ തിരികെ അഖിലിന്റെ കൈബലമായി പിടിച്ചെടുത്ത് അതിലേക്ക് തന്നെ വെച്ചു കൊടുത്തുകൊണ്ട് വിശ്വ പറയുമ്പോൾ അഖിലും അലോഷിയും അവർക്കൊപ്പം മുരുകൻ കൂടി ശ്വാസം പിടിച്ച് നിന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ച കാശ് അതെന്റെ കിഡ്നി വിറ്റിട്ടാണെങ്കിലും ഞാൻ തിരിച്ചു തരും. അതിനെക്കുറിച്ചൊരു ആശങ്ക സാർമാർക്ക് വേണ്ട. വള അതും പറഞ്ഞുകൊണ്ട് അവൻ തിരികെ നടന്നു. അഖിലിനെയും അലോഷിയെയും ഒന്നുകൂടി നോക്കിയിട്ട് മുരുകൻ അവന് പിറകെ തന്നെ ചെന്നു. എന്നാൽ തിരികെ ബൈക്കിൽ കയറും മുന്നേ പിന്നിൽ നിന്ന് അഖിലിന്റെ വിളിയെത്തി. വിശ്വ നിന്നെടുത്ത് അനങ്ങിയില്ല. ഒടുവിൽ അവർ രണ്ടുപേരും വിശ്വയുടെ അരികിലെത്തി. മുഖമയവില്ലാതെ തന്നെ രണ്ടാളും വിശ്വയോട് സോറി പറഞ്ഞു. ഇനി ഇതുപോലൊന്നും ആവർത്തിക്കില്ല, വിശ്വ വിശ്വാസമാണെന്നും പറഞ്ഞു. അതോടെ വിശ്വ പിന്നൊന്നും പറഞ്ഞില്ല. അഖിൽ വീണ്ടും കീ വിശ്വയുടെ നേരെ നീട്ടി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഖിൽ അവന് പിറകെ അലോഷിയും തിരിഞ്ഞടന്നു. പ്രണയത്തിന്റെ കോൺട്രാക്ട് ഒപ്പിട്ട വിശ്വക്ക് നായികയെ വളക്കാൻ സാധിക്കുമോ? കാത്തിരിക്കാം. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.